അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ 6ാം ക്ലാസ്സിൽ നാളെ താരീഖിൻ്റെ പരീക്ഷയാണ്. ഇൻഷാ അള്ളാഹ് താരീഖിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദീനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. രണ്ടാമത്തെ ചോദ്യം, ദിർഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. അടുത്ത ചോദ്യം, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി, ആദ്യത്തെ കപട വിശ്വാസി. അടുത്ത് ബൈത്തുൽ മാൽ. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്തരമുണ്ട്, പൊതു ഖജനാവ്, പൊതു ഖജനാവ്. അടുത്ത ചോദ്യം, സുൽഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഞ്ചാമത്തെ ചോദ്യം, സുൽഹ്. സുൽഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാന കരാർ, സമാധാന കരാർ. അടുത്ത ജിസിയ. ജിസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക നികുതി സമ്പ്രദായം. അപ്പോൾ ഓരോ പാഠത്തിൻ്റെയും അവസാനമുള്ള അർത്ഥങ്ങളാണ് ഇപ്പോൾ അവിടെ ചോദിച്ചത്. അടുത്ത ചോദ്യം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യ നാമം എന്തായിരുന്നു? ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പേര് കൊടുത്തു? നമുക്കറിയാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 2 പേരുണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന പേര് എന്താണ്? അബ്ദുൽ കഅബ. അബ്ദുൽ കഅബ ഇതായിരുന്നു ആദ്യത്തെ പേര്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പേരിട്ടു? അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പേരിട്ടു. ആദ്യം കഅബൻ്റെ അടിമ എന്നായിരുന്നു പേര്, പിന്നെ അള്ളാഹുവിൻ്റെ അടിമ എന്നായി. അപ്പോൾ അബ്ദുൽ കഅബ എന്നതിൽ നിന്ന് മാറി അബ്ദുല്ലാഹ് എന്നായി. അടുത്ത ചോദ്യം, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാനം നൽകിയത് എന്ത്? അതൊരു സംഭവമാണ് അല്ലേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് നൽകിയത് ചെറിയ പൈസ ഒന്നുമല്ല, ഭയങ്കര സംഭവമാണ്. എത്ര? 600 ഒട്ടകം. 600 ഒട്ടകവും 1000 ദീനാറുകളും. ഏതൊക്കെ? 600 ഒട്ടവും 1000 ദീനാറും. ഏത് യുദ്ധത്തിനാണ് നൽകിയത്? തബൂക്ക് യുദ്ധത്തിന്. ആരാണ് നൽകിയത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓക്കെ. പിന്നെ അടുത്തത്, ആമുർ റമാദ് എന്ന് പറയുന്നത് എന്താണ്? ആമുർ റമാദ്, റമാദ് പറഞ്ഞാൽ വെണ്ണീറാണ് അല്ലേ, ചാരം. അപ്പോൾ ആമുർ റമാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിജ്റ 18, ഡേറ്റ് ഓർത്ത് വെച്ചോ, ഹിജ്റ 18 അറേബ്യയിൽ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു. ഭൂപ്രദേശമെല്ലാം വരണ്ടുണങ്ങി, കന്നുകാലികൾ ചത്തൊടുങ്ങി. ഈ കഠിന വരൾച്ച കാലം ആമുർ റമാദ്, ചാരവർഷം എന്നറിയപ്പെടും. അപ്പോൾ ആമുർ റമാദ് എന്ന് ചോദിച്ചാൽ ചാരവർഷം എന്ന് മാത്രം എഴുതി ഉത്തരാവില്ല. ഹിജ്റ 18 അറേബ്യയിൽ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു, ഭൂപ്രദേശമെല്ലാം വരണ്ടുണങ്ങി, പിന്നെ കന്നുകാലികൾ ചത്തൊടുങ്ങി. ഈ കഠിന വരൾച്ച കാലം ആമുർ റമാദ്. പഠിച്ചില്ലേ? അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സ്വഹാബികൾ ഖലീഫയെ തീരുമാനിക്കാൻ വേണ്ടി എവിടെയാണ് യോഗം ചേർന്നത്? ആരാണ് ആദ്യം ബൈഅത്ത് ചെയ്തത്? വളരെ സിമ്പിളായ ചോദ്യമാണ്. നമ്മൾ 6ാം ക്ലാസ്സിലെത്തുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നതും അത് തന്നെയാണ്. ആരാണ്? ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ. എവിടെയാണ്? ഒരു പന്തലിലാണ് യോഗം ചേർന്നത്. അത് ആദ്യം നമ്മൾ ഓർത്തു വെക്കുക. ആരുടെ പന്തലാണ്? ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ. പിന്നെ ഉമർ റളിയല്ലാഹു ആദ്യമായി ബൈഅത്ത് ചെയ്തു. ആരാണ് ആദ്യം ബൈഅത്ത് ചെയ്തത്? ഉമർ റളിയല്ലാഹു. എന്താ ബൈഅത്ത് ചെയ്യുക പറഞ്ഞാൽ? കരാർ ചെയ്യുക അല്ലേ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞിട്ട് കരാർ ചെയ്ത ആദ്യത്തെ ആളാരാണ്? ഉമർ റളിയല്ലാഹു. അടുത്ത പൂരിപ്പിക്കാം. യമാമ യുദ്ധത്തിൽ പല ഡാഷും ഷഹീദായി. വളരെ സിമ്പിൾ ചോദ്യമാണ്. പല ഹാഫിളുകളും എന്താണ്? ഷഹീദായി. ഹാഫിളുകളും, ഹാഫിൾ ഇങ്ങനെ ചെയ്തട്ടോ, ഹാഫിളുകളും കണ്ടില്ലേ, ഹാഫിളുകളും. അടുത്തത്, ഡാഷുവിൻ്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. എന്താണ്? ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. ഏതാ സ്വഹാബിൻ്റെ പേര്? സെയ്ദ് ബിൻ സാബിത്ത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. അടുത്തത്, ഡാഷ് എന്ന ശത്രുവിൻ്റെ വെട്ടേറ്റ് ഉമർ റളിയല്ലാഹു വഫാത്തായി. ശത്രുവിൻ്റെ പേരാണ് എഴുതാൻ പറഞ്ഞത്. ആരാണ് ശത്രു? അതായത് ഉമർ റളിയല്ലാഹുവിനെ കൊന്ന ആളെ പേരാണ് പഠിക്കുന്നത്. ആരാണ്? അബൂ ലുഅ്ലുഅ. ഇത് എഴുതുമ്പോൾ നോക്കുക, ലുഅ്ലുഅത്ത് ഉണ്ടോ? അബൂ ലുഅ്ലുഅത്ത്, ഇതാണ് അയാളെ പേര്. അടുത്തത്, 2 വീതം എഴുതാനാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒന്നാമതായ കാര്യങ്ങൾ 2.
സിദ്ദീഖ് റളിയല്ലാഹുവിനു പല കാര്യങ്ങളിൽ ഒന്നാമതാണെന്ന് നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി. ഖുർആൻ മുസാഫ് എന്ന് പേര് നൽകി. ഖലീഫ എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടു. നബിയുടെ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിൽ കടക്കുന്നു. ഏറ്റവും എളുപ്പമുള്ള പഠിച്ചാൽ മതി. ഖുർആൻ മുസാഫ് എന്ന് പേര് നൽകിയത്, അതുപോലെ നബിയുടെ ഉമ്മത്തിൽ ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത്, അതുപോലെ പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്, ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടി. അങ്ങനെ പിന്നെ അടുത്ത ചോദ്യം, കള്ളപ്രവാചകന്മാർ ആരാണ്? ആരൊക്കെയാണ്? മുസൈലിമത്തുൽ കദ്ദാബ്, തുലൈഹ, അസ്വദുൽ അനസി. 3 ആളുകളെ പേരാണ് പഠിക്കേണ്ടത്. അടുത്തത് ഓരോന്ന് വീതം എഴുതാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണ നേട്ടം എന്ന് പറയുമ്പോൾ അതൊരു പെട്ടിയിലായിട്ട് നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ അത് നന്നായി പഠിക്കുക, പ്രധാനപ്പെട്ടതാണ്. സാമൂഹികമായ നേട്ടം, സാംസ്കാരികമായ നേട്ടം, രാഷ്ട്രീയപരമായ നേട്ടം. സമൂഹത്തിൽ എന്താ ഉണ്ടായത്? ഭക്ഷ്യസുരക്ഷ, യാത്രാ സൗകര്യം. അപ്പോൾ യാത്രാ സൗകര്യം ഉണ്ടാക്കി. പിന്നെ സാംസ്കാരികമായിട്ട് ഹിജ്റ കലണ്ടറും ഭരണ സംവിധാനവും. രാഷ്ട്രീയമായിട്ട് രാഷ്ട്രവികാസം, സൈനിക നിയമങ്ങൾ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞത്. അടുത്ത് ഹിജ്റ വർഷം എഴുതുക. ആമുർ റമാദ് ഉണ്ടായത് അപ്പോൾ നമ്മൾ പഠിച്ചു, ഹിജ്റ 18. അടുത്ത് ഈജിപ്ത് ഇസ്ലാമിക ഭരണത്തിന് കീഴിലായത് ഹിജ്റ 20. അടുത്ത് കള്ളികൾ പൂർത്തിയാക്കാം. എന്താണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം, അതുപോലെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം, അതുപോലെ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രധാന നേട്ടം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രധാന നേട്ടം. നോക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ ഹിജ്റ 11 to 13, 2 വർഷം മാത്രമേ മഹാനവറുകൾ ഭരിച്ചിട്ടുള്ളൂ. എത്ര വർഷം? 2 വർഷം 3 മാസം 8 ദിവസം. അപ്പോൾ ഹിജ്റ 11 to 13 എഴുതിയ മാർക്കായി. അടുത്ത പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെ? ഖുർആൻ സമാഹരണം, സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം, പിന്നെ കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പോരാട്ടം. പിന്നെ ഇവിടെ പഠിക്കാണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വഫാത്ത്, അത് കൊടുത്തു വെച്ചോ. ഹിജ്റ 13 അതായത് ഹിജ്റ 11 to 13 അല്ലേ അവരുടെ ഭരണം. അപ്പോൾ 13 ഒരു വഫാത്തായി. ജുമാദുൽ ആഖിറ 22, ക്രിസ്താബ്ദം 634. എവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖബർ എവിടെ ഉള്ളത്? എല്ലാവർക്കും അറിയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ തൊട്ടടുത്ത് ഹുജ്റത്തു ഷരീഫയിലാണ്. അഥവാ നമ്മൾ മദീനയിലെ പച്ചക്കുബ്ബ കാണുന്നില്ലേ, ആ പച്ചക്കുബ്ബയുടെ താഴെയാണ് ആരുടെ ഖബറുള്ളത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖബറുള്ളത്. അപ്പോൾ ഭരണകാലം മനസ്സിലായി. ഇനി ഒരു പ്രധാന നേട്ടം നമ്മൾ പറഞ്ഞു, ഖുർആൻ സമാഹരണം, അതുപോലെ സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം, അങ്ങനെയൊക്കെ. ഇനി അടുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം ഭരണം നടത്തിയിട്ടുണ്ട് അല്ലേ? ഓർക്കുക, ഹിജ്റ 13 ആര് വഫാത്താകുന്നത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താണ്. അപ്പോൾ ഹിജ്റ 13 to 23. അപ്പോൾ പഠിക്കാൻ നല്ല ഓർമ്മ ഉണ്ടാവണം. ആ ഒരു എന്താണ് ആ ക്രമം നമ്മൾ ഓർത്തു വെക്കുക. ഹിജ്റ 11 to 13 സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ഹിജ്റ 13 to 23 ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. പിന്നെ 10 വർഷമായിരുന്നു ആരുടെ ഭരണം? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം. അപ്പോൾ ഭരണം ചോദിച്ചു. പിന്നെ ഒരു പ്രധാന നേട്ടം, ഒരുപാട് പ്രധാന നേട്ടമുണ്ട്. അത് നേരത്തെ നമ്മൾ പെട്ടിയിൽ പഠിച്ച അത് എഴുതിയാലും മതി, ഇത് എഴുതിയാലും മതി. എന്താണ്? ബൈത്തുൽ മാലി, പിന്നെ ധാന്യ സംഭരണശാലകൾ തുടങ്ങിയവ സ്ഥാപിച്ചതും ഹിജ്റ കലണ്ടർ തുടങ്ങിയതും. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നമ്മൾ നേരത്തെ പെട്ടിയിൽ പഠിക്കുന്നുണ്ടല്ലോ, അത് എഴുതിയാൽ തന്നെ അവിടുത്തെ ആൻസറായി. അപ്പോൾ ഇതാണ് ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കേണ്ടത്, ഓരോ പാഠത്തിൻ്റെ ചോദ്യോത്തരം നന്നായി പഠിക്കുക. കാരണം നിങ്ങൾ പുതിയ പുസ്തകം ആദ്യമായിട്ട് കാണുന്നവരാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ പുസ്തകത്തിൻ്റെ ചോദ്യത്തിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് ഓരോ പാഠത്തിൻ്റെ ശേഷമുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ചോദ്യത്തിൻ്റെ രൂപം ഉണ്ടാകുക. അതുകൊണ്ട് ഓരോ പാഠത്തിൽ ചോദ്യോത്തരം മര്യാദക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താക്കാം, നല്ല മാർക്ക് നേടാൻ കഴിയും. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള കൂടിയാലോചന നടന്ന എവിടെയാണ്? പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ബൈഅത്ത് ചെയ്ത ആരാണ്? പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആദ്യ നാമം, രണ്ടാമത്തെ പേരും. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഒരു പേടിയും പഠിക്കേണ്ട, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പ്രഖ്യാപനത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല, ശരിയാണ്. ഞാൻ അധികാരത്തെ കൊതിച്ചിരിക്കുന്നു, അത് തെറ്റാണ്. അങ്ങനെ കൊതിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ സഹായിക്കണം, അതും ശരിയാണ്. നിങ്ങൾ എന്നെ തിരുത്തണം, അതും ശരിയാണ്. അടുത്തത്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത്. ഈ പാഠത്തിൽ ഈ പെട്ടി നല്ലോണം ഓർത്തു വെക്കുക. പിന്നെ ചോദ്യോത്തരങ്ങൾ നോക്കുക. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് എത്ര വർഷമായിരുന്നു? നമ്മൾ പറഞ്ഞു. ഖുർആൻ സമാഹരിക്കാൻ ഖലീഫ നിയോഗിച്ച സ്വഹാബി ആരാണ്? ഓർത്തു വെക്കണം. ഖുർആൻ സമാഹരിക്കാൻ വേണ്ടി നിയോഗിച്ച സ്വഹാബി
പിന്നെ അനിവാര്യത ബോധ്യമായി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. അപ്പോൾ ഏതാണ് സ്വഹാബി? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു. അബൂബക്കർ റളിയല്ലാഹുവിന് ശേഷം ഖലീഫയായി വന്നത് ആര്? വളരെ സിമ്പിളാണ്, ഉമർ റളിയല്ലാഹു. യമാമ യുദ്ധത്തിൽ പല ഡാഷ് ഹാഫിളുകളും ഷഹീദായി. മുസൈലിമത്തുൽ കദ്ദാബിന്റെ നടന്ന യുദ്ധത്തിനെതിരെ നായകനായിരുന്നു ആര്? ഡാഷ്. ഇതാ കണ്ടോ, ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു. അടുത്ത പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ്. പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ് ആര്? ഇതാ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അന്തം വിടും. കാരണം നമ്മളെ നബിന്റെ പേരിനെ അവിടെ ചോദിക്കുന്നത്. അവസാനത്തെ പ്രവാചകരാണല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ നബിന്റെ പേര് എഴുതിയാൽ തന്നെ അവിടെ ഉത്തരായി. ഇനി അടുത്ത പാഠത്തിൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ആമുർ റമാദ് എന്നാൽ എന്ത്? നമ്മൾ പഠിച്ചു. അന്ത്യനാളിൽ എൻ്റെ ചുമടുകൾ നീ വഹിക്കുമോ? ഇത് ആരോട് ചോദിച്ചു? വളരെ പ്രധാനപ്പെട്ട, വളരെ എന്താണ്, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അതായത് ഈ ഭാരം ഞാൻ ചുമന്നോളാം എന്ന് ആരും പറഞ്ഞ്? അസ്ലം റളിയല്ലാഹു. ആരാ പറഞ്ഞു? അസ്ലം റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചെന്ത്? അന്ത്യനാളിൽ എൻ്റെ ചുമടുകൾ നീ വഹിക്കുമോ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ആരോട് ചോദിച്ചു? ബഹുമാനപ്പെട്ട അസ്ലം റളിയല്ലാഹുവിനോട് ചോദിച്ചു. അപ്പോൾ ആരോട് ചോദിച്ചു എന്നുള്ളതിന് ഉത്തരായി. അടുത്തത്, അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? ഒരു സംശയം വേണ്ട, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അടുത്ത, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ലാളിത്യവും ഡാഷ് സമൂഹത്തിൽ സ്വാധീനം വർദ്ധിച്ചു. കണ്ടില്ലേ, ഉത്തരവാദിത്ത ബോധവും. അടുത്തത്, ആ മുസ്ലിമീങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഡാഷ് സുരക്ഷയും ഉറപ്പാക്കി. ഇതാ കണ്ടോ ഉത്തരം. ജിസിയ സംവിധാനം വഴി അമുസ്ലിമീങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കി. ഈ വരി നന്നായി പഠിക്കട്ടോ. അത് പരീക്ഷയ്ക്ക് തിരിച്ചും മറിച്ചും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ജിസിയ സംവിധാനം എന്നുള്ള ആ പേര്, അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കി. അത് ആരാണെന്നുള്ളതും ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ എനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ഭാരമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞതാര്? വളരെ ശരിയാണ്, ഉമർ റളിയല്ലാഹു അൻഹു. അടുത്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് എന്നുള്ള പാഠം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു ഈ പെട്ടി പഠിക്കണം എന്ന് പറഞ്ഞു. ഇനി നോക്കുക, ഇവിടെ ആദ്യം സൈനിക രജിസ്റ്റർ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഹിജ്റ കലണ്ടർ തുടങ്ങിയത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈജിപ്ത് കീഴടക്കിയത് ആര്? ശരിക്കും ശ്രദ്ധിക്കണം, ഈജിപ്ത് കീഴടക്കിയത് ആരാണ്? പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പിന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ, പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. ഇതാ പേർഷ്യ, ഇറാൻ, ഇറാഖ്. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പേർഷ്യ, ഇപ്പോൾ ഇറാൻ, ഇറാഖാണ് കേട്ടോ, ഓർത്തു വെക്കണം. പിന്നെ ഷാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറിയ, ഫിലസ്തീന്, ജോർദാന്, ലബനാൻ ഇത്തരം രാജ്യങ്ങൾ കൂടിയതാണ് ഷാം. ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് കീഴിൽ വന്നവരാണ്. യർമൂക്ക് യുദ്ധത്തിലൂടെ റോമക്കാരെ പരാജയപ്പെടുത്തി. ഏതാ യുദ്ധം? യർമൂക്ക് റോമ. സിറിയയും ഫിലസ്തീനും മുസ്ലിം ഭരണത്തിന് കീഴിലാക്കി. ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പേര് ഓർത്ത് വെക്കണം, ഖാദിസിയ സഅദ് ബിൻ അബി വഖാസ്. ഇവിടെ സീനുണ്ട്, ഇവിടെ സഅദുണ്ട്, മനസ്സിലായില്ലേ? സീന് ഓർത്ത് വെക്കുക. ഖാദിസിയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാർക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ ഇറാഖ് ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നു. പിന്നാലെ പേർഷ്യൻ തലസ്ഥാനമായ മദായിനിൽ മുസ്ലിമീങ്ങളുടെ അധീനത്തിലായി. ഹിജ്റ 20 അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും ഇസ്ലാമിക ഭരണത്തിൽ കീഴിൽ വന്നു. ഓർത്തു വെക്കുക, ഹിജ്റ 20. ആരാണ് ഈജിപ്ത്? ആരാണ്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. മറ്റേ ഖാദിസിയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് ഓർത്തു വെക്കുക. അടുത്തത്, ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് നടന്ന യുദ്ധം. ഏത് യുദ്ധം? ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖാദിസിയ യുദ്ധം. ഏതാണ്? ഖാദിസിയ യുദ്ധം. അടുത്ത, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. യർമൂക്ക് യുദ്ധത്തിലൂടെ മുസ്ലിമീങ്ങൾ റോമക്കാരെ പരാജയപ്പെടുത്തി. അപ്പോൾ യർമൂക്ക് യുദ്ധത്തിലൂടെ മുസ്ലിമീങ്ങൾക്ക് റോമക്കാരെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ 13 മുതൽ 23 വരെ, അതും ശരിയാണ്. പിന്നെ അഹ്ലു കിതാബുകളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നികുതി ഒഴിവാക്കി കൊടുത്തു, അതും ശരിയാണ്. മൂന്നും ശരിയാണ് അല്ലേ. പിന്നെ എന്താണ്? പൂരിപ്പിക്കുക. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത് ദുആ ചെയ്തത്. ഇനി നമ്മൾ അവസാനത്തെ പാഠം, 5ാമത്തെ പാഠം. 5 പാഠങ്ങളല്ലേ പരീക്ഷയ്ക്കുള്ളത്. പിന്നെ തബൂക്ക് യുദ്ധത്തിന് സഹായം നൽകിയ സ്വഹാബി ആര്? വളരെ സിമ്പിളാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മുസാഫിന്റെ കോപ്പികൾ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചത് ആരാണ്? ആരുടെ കാലത്താണ്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത്. ആരാണ് മുസഫ് പകർത്തി എഴുതിയത്? ഓർത്തു വെക്കണം. നമ്മൾ അവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? 2 ഭരണകാലത്ത് മുസാഫുമായി ബന്ധപ്പെട്ട്, ഒന്ന് ഉമർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. അന്ന് എന്താ ചെയ്തത്? ഖുർആൻ സമാഹരണാണ്.
ഖുർആൻ സമാഹരണം. ഇവിടെ നടത്തുന്നത് സമാഹരണമല്ല. ഖുർആൻ നേരത്തെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തിൽ ഖുർആൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച് വെച്ച ഖുർആൻ എന്ത് ചെയ്തു? വിവിധ നാടുകളിലേക്ക് കോപ്പി അയച്ചതാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത്. അപ്പോൾ അത് രണ്ടും വേർതിരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ആരും മാറിപ്പോകുക. ഇതാ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു അഭ്യർത്ഥിച്ചു. എന്ത്? ഹഫ്സ ബീവി റളിയല്ലാഹുവിന്റെ അടുക്കൽ സൂക്ഷിച്ചിരുന്ന മുസഹഫ് പകർത്തി എഴുതാൻ. അപ്പോൾ മുസഹഫ് പകർത്തി എഴുതാൻ ആരോടാ ഏൽപ്പിച്ചത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു. ശരിയാണ്. അടുത്ത ഉസ്മാൻ റളിയല്ലാഹു തബൂക്ക് യുദ്ധത്തിനായി ഒട്ടകവും ദീനാറുകളും നൽകിയിരുന്നു. അപ്പോൾ ഇത് ശരിയാണ് അല്ലേ? ആ യുദ്ധത്തിനായി ഒട്ടകവും ദീനാറുകളും നൽകിയിരുന്നു, ശരിയാണ്. മുസഹഫിന്റെ കോപ്പികൾ തയ്യാറാക്കുകയും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തായിരുന്നു, അതും ശരിയാണ്. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തോ? തെറ്റ് അല്ലേ? മുസഹഫിന്റെ കോപ്പികൾ തയ്യാറാക്കിയത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണോ? അല്ല, തെറ്റ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അവസാന കാലത്ത് ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ശരിയാണ്. അപ്പോൾ നടുവത്ത് തെറ്റാണ്. ഇതിലാ നേരത്തെ പറഞ്ഞ മുമ്പത്തെ പാഠത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് തെറ്റിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവോ? അതായത് അഹ്ലു കിതാബുകളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നികുതി ഒഴിവാക്കി കൊടുത്തില്ല എന്നവിടെ ഉള്ളത്. കൊടുത്തില്ല എന്നുള്ളത് തെറ്റാണ്, കൊടുത്തു എന്നാണ് ശരി അല്ലേ? അപ്പോൾ ഇത് ഇവിടെ തന്നത് തെറ്റാണ്. ശരിക്കും എന്താണ്? ഒഴിവാക്കി കൊടുത്തു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്ത് തെറ്റിയോ